സ്മാർട്ട് ആൻഡ് ഈസി ആക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ എക്സൈറ്റിംഗ് AI ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നാനോ ബനാന ഇതൊരു സാധാരണ AI ടൂളല്ല. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ക്രിയേറ്റീവ് കോണ്ടന്റ്സും വിഷ്വൽസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ പ്ലാറ്റ്ഫോമാണിത്. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ഒരു കോണ്ടന്റ് ക്രിയേറ്ററോ ഒരു ഡിസൈനറോ ആണെങ്കിൽ ഈ ഒരു AI ടൂൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മുൻപ് പ്രൊഫഷണൽ ടൂളുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിമ്പിൾ ടെക്സ്റ്റുകൾ യൂസ് ചെയ്ത് ഇമേജസിനെ ജനറേറ്റ് ചെയ്യുകയും കൺസിസ്റ്റൻ്റ് ആയ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്ത് ഇമേജസിനെ ജനറേറ്റ് ചെയ്യുകയും ഫോട്ടോ എഡിറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, പ്രൊഡക്റ്റ് വിഷ്വലൈസേഷൻ അങ്ങനെ പലതും നമുക്ക് ഈ ഒരു AI ടൂളിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഈ ഒരു AI ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്യാമെന്നെല്ലാം വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. നാനോ ബനാന ആക്സസ് ചെയ്യുന്നതിനായി നമ്മുടെ ബ്രൗസറിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന ഈ ഒരു വെബ്സൈറ്റ് നമുക്കിതിൽ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ ട്രൈ നാനോ ബനാന എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ നാനോ ബനാന നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു നാനോ ബനാന ഒരു ടെമ്പററി ചാറ്റിലൂടെയും ഗൂഗിൾ ഡ്രൈവ് എനബിൾ ചെയ്തും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ ഡ്രൈവ് നമ്മളിവിടെ എനബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇമേജിൻ്റെയും ഹിസ്റ്ററി ഇതിൽ സേവ് ആകുന്നതും പിന്നീട് നമുക്കത് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ടെമ്പററി ചാറ്റിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നാനോ ബനാനയിൽ ഇമേജസിനെ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുകയും ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യമായി ഇതിൽ ഇമേജിനെ ആഡ് ചെയ്ത് എഡിറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു പ്ലസ് ഐക്കൺ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ അപ്ലോഡ് ഇമേജ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജിനെ ഇതിൽ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ സേവ് ചെയ്തിരിക്കുന്നതിൽ നിന്നും ഒരു ഇമേജിനെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഇതിൽ റോക്കിൻ്റെ ഈ ഒരു ഇമേജാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇമേജിലുള്ള റോക്കിൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ ലാലേട്ടൻ യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റുമായി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമുക്ക് ഈ ലാലേട്ടൻ്റെ ഈ ഒരു ഇമേജിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ റോക്കിൻ്റെ ഈ ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ലാലേട്ടൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ ഈ രണ്ട് ഇമേജുകളും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ ടെക്സ്റ്റിലൂടെ നമുക്കിതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. റീപ്ലേസ് ദ ഫസ്റ്റ് പേഴ്സൺസ് ഔട്ട്ഫിറ്റ്, മേക്ക് ഇറ്റ് മാച്ച് ദ ക്ലോത്തിങ് സ്റ്റൈൽ ഓഫ് ദ സെക്കൻഡ് ഇമേജ്. ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി റൺ എന്ന ഈ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. റോക്കിൻ്റെ ക്ലോത്ത് ഇവിടെ ചേഞ്ച് ആയിരിക്കുകയാണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഒരു വാട്ടർമാർക്കോ ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ജാക്കറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായി നമുക്ക് വീണ്ടും നമുക്കിതിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാം. റിമൂവ് ദ ലെതർ ജാക്കറ്റ് ഫ്രം ഹിസ് ഹാൻഡ്. ഇനി വീണ്ടും റൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വളരെ ക്വിക്കായി ആ ജാക്കറ്റും ഇവിടെ റിമൂവ് ആയിരിക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്ത ഈ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു എഡിറ്റിംഗ് ചെയ്യാനായിട്ട് എടുത്തത്. അതുപോലെ നമ്മളുടെ ഇമേജിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുക, അതിനുള്ള എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു സൈഡ് ആംഗിൾ ഇമേജിനെ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ഇമേജ് ആക്കി മാറ്റാൻ പോവുകയാണ്. ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്യുകയാണ് റീകൺസ്ട്രക്ട് ദിസ് ഇമേജ് ഇൻ ടു എ സ്ട്രൈറ്റ് ഫേസിംഗ് പോർട്രേറ്റ്. ഇനി റൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ സൈഡ് ആംഗിളുള്ള ഈ ഒരു ഇമേജിനെ നമ്മൾ ഇതുപോലെ വളരെ റിയലിസ്റ്റിക്കായി ഒരു സ്ട്രെയിറ്റ് ആംഗിൾഡ് ഇമേജ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ ഡൗൺലോഡ് ചെയ്യാം. അടുത്തതായി നമ്മൾ റോക്കിനെയും നമ്മുടെ സ്വന്തം മമ്മൂക്കായെയും ലാലേട്ടനെയും കൂടി ആഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവരെ 3 പേരുടെയും പിക്ചർ ഇതിൽ ആഡ് ചെയ്യണം. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവരുടെ 3 പേരുടെ ഫോട്ടോയും ഇതുപോലെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൽ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യണം. ഞാൻ ആദ്യം ഇതിൽ ടൈപ്പ് ചെയ്യുന്നത് കമ്പൈൻ ദ 3 ഇൻഡിവിജ്വൽ ഇൻ ടു എ സിംഗിൾ ഗ്രൂപ്പ് ഫോട്ടോ. ഇനി ഒരു ഫോട്ടോ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ഇനി ഫേഷ്യൽ ഫീച്ചേഴ്സും ഹെയർ സ്റ്റൈൽസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്.
അപ്പോൾ അതിങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി റൺ പ്രോംപ്റ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു 3 സിംഗിൾ ഫോട്ടോസ് കമ്പൈൻ ചെയ്ത് ഇതുപോലെ ഒരു ഗ്രൂപ്പ് പിക്ചറായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു ഇമേജിനെ സൂം ഔട്ട് ദ ഇമേജ് എന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് റൺ പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഇമേജിനെ എക്സ്പാൻഡ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഏതൊരു ഇമേജിനെയും എഡിറ്റ് ചെയ്യാനും നമ്മുടെ ഇമാജിനേഷൻസിനനുസരിച്ച് ക്രിയേറ്റീവായി വിഷ്വലൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ വിദ്യാർത്ഥികൾക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഡിസൈനേഴ്സിനുമെല്ലാം വളരെ യൂസ്ഫുൾ ആയ ഒരു AI ടൂളാണ് നാനോ ബനാന എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.